പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി MX വെഡിംഗ് സെന്ററും പാലക്കാട് റോഡിൽ സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായ MX ഇക്കണോമിയും. മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കുട്ടനാട്, കൊപ്പം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്ക് പട്ടാമ്പിയിൽ ആദരം. മാക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരമൊരുക്കിയത്. തടവ് സിനിമയിലൂടെ 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ തടവ് സിനിമയുടെ പ്രവർത്തകർക്കാണ് പട്ടാമ്പി മാക്സ് വെഡിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരം നൽകിയത്. മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ, സിനിമയിൽ അഭിനയിച്ച സഹനടി അനിത ടീച്ചർ, സഹനടൻ സുബ്രഹ്മണ്യൻ, മാക്സ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർമാരായ മൊയ്തീൻകുട്ടി, ഷൗക്കത്ത് അലി, അബുബക്കർ, നിസാർ, ജലീൽ തുടങ്ങിയവർ നാടിന്റെ അഭിമാന പാത്രങ്ങളെ ആദരിച്ചു. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ ഒരാഴ്ച സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉർവശി പാർവതി തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. നമ്മളൊന്നും ചിത്രത്തിലേ ഇല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. അവര് എത്രയോ മുഖ്യധാര നായികമാരാണ്. ഇതൊന്നും നമ്മളൊന്നും അവിടേക്കൊന്നും എത്താൻ ആയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു. പക്ഷെ കുറെ ആളുകൾ IFFK വെച്ച് കണ്ട് കുറെ ഫെസ്റ്റിവലുകളിൽ ഇത് പ്രദർശിപ്പിച്ച സമയത്ത് കണ്ട ആളുകൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഇവരൊക്കെ എപ്പോഴും പറയാൻ ഇത് ടീച്ചറും സുബ്രനും പറയും. പക്ഷെ നമ്മളും എന്നാലും അതിന്റെ ഒരു രീതി ഉണ്ടല്ലോ. സിനിമാ മേഖലയിൽ തെളിഞ്ഞു നിൽക്കുന്ന സ്റ്റാർസിനാണ് ഇത് സാധാരണ സംഭവിക്കാറ്. അപ്പൊ എന്തായാലും 2024 ഈ അവാർഡ് പ്രഖ്യാപനം ഒരു ചരിത്ര വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുവരെയുള്ള ഒരു ട്രെൻഡ് മാറി ചിന്തിക്കാൻ തുടങ്ങി ജൂറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് അംഗം കരിമുത്ത്, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശാന്തകുമാരി, മറ്റു മാക്സ് ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അനുമോദന സദസ്സിന് സിനിമയിലെ അഭിനേതാക്കളും മറുപടി പ്രസംഗവും നടത്തി. ഇത്തരം കലാമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കാണിച്ച മാക്സ് ഗ്രൂപ്പിന്റെ ആ വലിയ മനസ്സിന് ഞാൻ നമിക്കുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഈ സംവിധായകന് ഈ സിനിമ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ ജീവിതത്തില് 2 അസറ്റാണ് എൻ്റെ ബീന ടീച്ചറും എൻ്റെ ഉഷ ടീച്ചറും. ടീച്ചർ കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അല്ലാതെ ഞങ്ങളൊക്കെ ആ സമയത്ത് വന്ന് അഭിനയിക്കാന്നല്ലാതെ ടീച്ചർ സാധാരണ ആ കഥാപാത്രമായിട്ട് വരും. എന്താണോ കൊടുത്തിട്ടുള്ള കർത്തവ്യം അത് പ്രധാനമായിട്ട് നിറവേറ്റി. നടച്ചാലോ കാണാൻ കണ്ണിനഴകുള്ളോളെ, പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരണകാണെന്നേ, ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ.